lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഒരു 3500 കിലോമീറ്ററിൻ്റെ മേലെ ഓടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചു ഞാൻ സെക്കൻഡ് സർവീസ് ചെയ്യട്ടെ. അപ്പോൾ അത്ര നാൾ കൂടെ ഒന്ന് ഓടിച്ചിട്ട് പിന്നെ ഞാൻ ലോങ് ട്രിപ്പും ഉണ്ടായിരുന്നു, ഒരു ഇടുക്കി ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഒന്ന് ഡിലേ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ഈ വണ്ടി എടുത്തപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ആൾക്കാർ കണ്ടു, അത്യാവശ്യം കമൻറ്റും ഷെയറും. അപ്പോൾ അങ്ങനെ കുറേ പേര് കുറേ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ടും അതിനുള്ള എനിക്ക് പറയാനുള്ള ആൻസറുകളും ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇതൊരു 100cc ബൈക്കാണ്. അതായത് ഹീറോയുടെ ബൈക്കുകളിൽ ലോ കാറ്റഗറി അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ഒരു ഇതിൽ വരുന്നൊരു ബൈക്കിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 200cc ബൈക്ക് ആണോ നല്ലത്, സ്പ്ലെൻഡർ ആണോ നല്ലത്, അതല്ലെങ്കിൽ ഒരു 125cc വേറെ ഒരു വണ്ടിയായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥമില്ല. പിന്നെ ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് കേട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ നല്ലപോലെ ചൂടാവുക, അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ലോങ് പോകാൻ പറ്റില്ല, ഒരു മൈലേജ് നോക്കിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വെഹിക്കിളാണ് സ്പ്ലെൻഡർ എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ വണ്ടി എടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു വീക്കിൽ ഞാൻ ഇവിടെ പോയി, പാലക്കാട് ഒരു വൺ ഡേ പോയായിരുന്നു. ആ വൺ ഡേ ഞാനൊരു 250 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 300 കിലോമീറ്ററിനുള്ളിൽ അന്ന് മൊത്തം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. വൺ ഡേ ആയിരുന്നു, ഇങ്ങനെ പോയി കറങ്ങി ടോട്ടൽ ഒരു 250 കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 2 പേര് വെച്ചിട്ടാണ് പോയത്. അന്ന് ഈ പറഞ്ഞ പോലെ എൻജിൻ ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു 40-50 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേനും എൻജിൻ ഇങ്ങനെ ഹീറ്റായിട്ട് ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ ചൂട് കയറി ഭയങ്കര പ്രശ്നമായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയമാണ് അന്നുണ്ടായത്. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് മിറർ, ഇതിൻ്റെ കൂടെ വരുന്ന മിറർ എന്ന് പറയുന്നത് 5 പൈസയ്ക്ക് ഉള്ളില്ല. കാരണം നമുക്ക് പുറകിൽ എന്താന്ന് പോലും ശരിക്കും മനസ്സിലാവാത്ത അത്രയും വൃത്തിയായിട്ടൊരു മിറർ അതിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 2 കാര്യങ്ങൾ ആ ട്രിപ്പിൽ ഞങ്ങൾക്ക് വല്ലാണ്ട് നെഗറ്റീവായി. അത് ഞാനും വിചാരിച്ചു ശരിയായിരിക്കും, ഇങ്ങനെ ഹീറ്റ് വെച്ചിട്ട് നമ്മൾ എളുപ്പമല്ല ഓടാനായിട്ടെന്ന് വിചാരിച്ചിട്ട് ലോങ് പോകുമ്പോഴേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് എനിക്കൊരു 250 രൂപയോളം ബില്ലായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യത്തെ 3 സർവീസ് ഫ്രീ അല്ലേ, അപ്പോൾ ഒരു 500 രൂപയ്ക്ക് എന്തായാലും ഇതായിരിക്കും ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു പ്ലഗ് മാറ്റിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ അവിടുന്ന് ഷോറൂമിൽ വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ സർവീസിന് കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. കാരണം വണ്ടി ഒന്നുകൂടെ സ്മൂത്ത് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ കുറച്ചുകൂടെ പവറൊക്കെ കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലുള്ള ഫസ്റ്റ് സർവീസിന് മുമ്പുള്ള എക്സ്പീരിയൻസ് ആയിരുന്നില്ല, കുറച്ചുകൂടെ ബെറ്റർ ഫീലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടുക്കി പോയി എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ മുകളിലൊരു ഇടുക്കി ട്രിപ്പ് പോയി. അതിൻ്റെ അടുത്തൊരു ട്രെയിനായിരുന്നു. കാരണം ഈ സർവീസൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇടുക്കി പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാനായിരുന്നു. കുറച്ചുകൂടെ ലോങ് ആണല്ലോ, അത് കുറച്ച് ഹൈ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ അല്ലേ. അവിടെ നിന്ന് എനിക്ക് ഹീറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് ഈ ഫസ്റ്റ് സർവീസ് ഒരു ചെയ്യുന്നതിനൊക്കെ മുന്നേ ഹീറ്റിൻ്റെ ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് സർവീസിന് ശേഷം അങ്ങനെ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമില്ല വണ്ടിക്ക്. പിന്നെ അതുപോലെ ലോങ് പോകുമ്പോൾ പലരും പറഞ്ഞതാണ് കംഫർട്ട് കുറവായിരിക്കും. അതായത് ചെറിയ സീറ്റാണല്ലോ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് കംഫർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, നമുക്ക് ബാക്ക് പെയിൻ വരും എന്നൊക്കെ. പക്ഷേ എനിക്ക് നോക്കിയാണ്, ഞാനത് ഹൈറ്റുള്ള ആളൊന്നുമല്ല, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ബാക്ക് പെയിൻ്റെ ഇഷ്യൂസോ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സസ്പെൻഷൻ ആയാലും ഓക്കെയാണ്. അതിപ്പോൾ ഈ വണ്ടിക്ക് കൊടുക്കാവുന്നതിൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇതിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൻ്റെ മിററായിരുന്നു. ആ മിറർ ഞാൻ മാറ്റി. പിന്നെ ഇതിൻ്റെ ലൈറ്റ്
അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ഒരു നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ലോങ് പോകുമ്പോൾ, ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് പോവാന്ന് പറയുന്ന കാര്യം വലിയ കഷ്ടമാണ്, എളുപ്പമല്ല. ഇത് എന്താ പറയുക, ലോങ്ങിലേക്കൊന്നും ഈ ലൈറ്റ് പോകുന്നില്ല, അത്രയും കുറവ് വെളിച്ച് സാധനം വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് ദൂരം ലൈറ്റ് വെളിച്ചം കിട്ടുള്ളൂ, നമുക്ക് ഫ്രണ്ടിൽ എന്താണെന്ന് മനസ്സിലാവില്ല. അത്രയും വൃത്തിയായിട്ടൊരു ലൈറ്റാണ് ഇതിൻ്റെ പ്രൊവർഷനൊക്കെ LED ലൈറ്റാണ് വരുന്നത് കേട്ടോ, അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് പഴയ ലൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. അത് ഇത്തിരി പോകുമ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അതൊരു പ്രശ്നമുണ്ട്, അതൊരു മെയിൻ പ്രശ്നമാണ്. അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിനെ മുകളിൽ ലോങ് പോകാൻ പറ്റില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വണ്ടിയെ മനസ്സിലാക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോവാം. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ ഇടുക്കി പോയാൽ ഇതിൻ്റെ മുകളിൽ പോയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തോണ്ട് കണ്ടു നോക്ക്, ഒരു വിഷയമില്ല. അടിപൊളിയായിട്ട് നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും പോകാം. അത് കഴിഞ്ഞിട്ട് ഇടുക്കി പോയി വന്നതിന് ശേഷം ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമായിട്ട് എറണാകുളം പോയി. അവിടെ 2 ദിവസം കഴിഞ്ഞിട്ട്, അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പോയി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സർവീസിന് കൊടുത്തത്. 3000 കിലോമീറ്ററിലെ സർവീസ്, സെക്കൻഡ് സർവീസ് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 3500 അപ്പോൾ ഇന്നലെ സർവീസിന് കൊടുത്തിട്ട് എടുത്താണ്. ഇപ്പോൾ 3563 കിലോമീറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞ്. പിന്നെ മൈലേജിൻ്റെ കേസ് കേട്ടോ, മൈലേജ് ഒരു രക്ഷയില്ല. 80+ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ഞാനെപ്പോഴും i3 ഓണാക്കിയിട്ടാണ് ഓടിക്കുന്നത്, അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ 6 ലെവലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ. പിന്നെ ഇപ്പോൾ എഞ്ചിൻ്റെ ഹീറ്റിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ 100cc ബൈക്കുകളിൽ തന്നെ ഈ സെമി കാറ്റഗറി വരുന്ന വണ്ടികൾ വേറെ ഉണ്ട്. ഇപ്പോൾ പല മറ്റുള്ള കമ്പനികളിലും വരുന്നുണ്ട്. ഒക്കെ എല്ലാ വണ്ടിയാണെങ്കിലും നമ്മുടെ ചോയ്സാണ് ഏത് വണ്ടി നമ്മൾ എടുക്കണം. ഇപ്പോൾ ചിലർക്ക് ബജാജിൻ്റെ വണ്ടിയായിരിക്കും, ചിലർക്ക് TVS ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഈ വണ്ടി എടുത്തതിൽ ഞാൻ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. കാരണം എനിക്ക് ലോക്കൽ ഓട്ടങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ അത്യാവശ്യം ലോങ് പോകുന്നുണ്ട്, എനിക്ക് വളരെ കുറവ് പെട്രോൾ ആവശ്യം വരുള്ളൂ. എല്ലാം ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴും എങ്ങനെയാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ കംഫർട്ടാണ് വണ്ടിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇതിന് പല അഭിപ്രായങ്ങളുണ്ടാവും, പലർക്കും പല ഇതായിരിക്കും, ചോയ്സ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം. ഞാൻ എൻ്റെ സൈഡിൽ നിന്നാണ് പറയുന്നത്, ഞാൻ ഓക്കെയാണ്, കംഫർട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു 6 മണി 6:30 ആകുമ്പോൾ പാടത്ത്, നമ്മുടെ തൊട്ടപ്പുറത്തൊരു പാടത്ത് പോയിട്ട് എടുത്തതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. പിന്നെ ഈ ഒരു സാധനം ഞാനിതിൻ്റെ ചേഞ്ച് ചെയ്താട്ടോ, ബാക്കത്തെ ആ ഒരു സാധനം ചേഞ്ച് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എക്സോസിൻ്റെ സൗണ്ട് കൂടി കേൾപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയുണ്ട്? നൈസ് സൗണ്ട് അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.